ചേട്ടാ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. UDF വിജയമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് കോൺഗ്രസോ LDF എന്നൊരു ചോദ്യം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ചോദ്യം ഇപ്പോഴും ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം എന്തായിരിക്കും ഈ ഒരു ഘട്ടത്തിലും ഇങ്ങനൊരു ചോദ്യം ഈ ഉയർന്നു വരാൻ കാരണം എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇപ്പോൾ LDFന് തോൽവി സംഭവിച്ചു എന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിലെ വാസ്തവം എന്തായിരിക്കും? ചിലപ്പം അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDF തോൽവി അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ തോറ്റിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. തോറ്റു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ അതൊരു രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള നിലയിൽ നിന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൊത്തം 26,000-ലധികം സീറ്റുകളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലുള്ളത്. അതായത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, അങ്ങനെ കണക്കാക്കി മുനിസിപ്പാലിറ്റികൾ, അങ്ങനെ ഓരോന്നും കണക്കാക്കി നോക്കുമ്പോൾ നമുക്ക് മൊത്തം 26,000 ചില്ലുവാനം സീറ്റുകളാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇത് 26,000 ചില്ലുവാനം ഇതിലും LDFന്റെ ഘടകകക്ഷികൾ കുറച്ച് ദിവസം മത്സരിച്ചിട്ടുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പലയിടത്തും മത്സരിച്ചിട്ടുണ്ട്, വിമതന്മാർ മത്സരിച്ചിട്ടുണ്ട്, UDFന്റെ ആണെങ്കിലും ഘടകകക്ഷികളും എല്ലാവരും മത്സരിച്ചിട്ടുണ്ട്. എന്തിനു പറയാൻ, നമ്മുടെ മാണി സി കാപ്പന്റെ എന്തോ ഒരു പാർട്ടിയുണ്ട് പുള്ളിക്കാരൻ്റെ. അപ്പോൾ ആ പറയുന്ന പാർട്ടി പോലും KDPO അങ്ങനത്തെ പറഞ്ഞൊരു പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികൾ വരെ മത്സരിച്ചു കഴിഞ്ഞു. അപ്പം മത്സരിച്ച് പലർക്കും സീറ്റുകൾ കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഈ 26,000 ചില്ലുവാനം സീറ്റുകളിൽ ഇങ്ങനെ ഇത്രയും പറയുന്ന NDA മത്സരിച്ചിട്ടുണ്ട്. NDA മാത്രമല്ല, NDAയിലുള്ള BJP മത്സരിച്ചിട്ടുണ്ട്, BDJS മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ അവരോട് ആരൊക്കെ ആഭിമുഖ്യം കാണിച്ചു തന്നിട്ടുണ്ടോ അവർ മത്സരിച്ചിട്ടുണ്ട്. UDFനെ സമയത്തോളം അവർക്ക് മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുണ്ട്, SDPI തുടങ്ങിയ കക്ഷികൾ മത്സരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്കാക്കി നോക്കുമ്പോഴും ശരിക്കും ഇപ്പോൾ കോൺഗ്രസ് ഭയങ്കരമായി ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇവിടെ അങ്ങ് തൂത്തുവാരി എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അവർ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഊറ്റം കൊള്ളുന്നൊരു കാര്യം. എന്നാൽ കോൺഗ്രസിന്റെയും CPMന്റെയും വോട്ട് നില അല്ലെങ്കിൽ സീറ്റ് നിലയിൽ തമ്മിൽ നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ 362 സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ആലോചിക്കും, 26,000 സീറ്റുകൾ ഉള്ളിടത്ത് കോൺഗ്രസിന്റെയും CPMന്റെയും സീറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 362 എന്ന് പറയുന്ന ഒരു ഡിജിറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് രണ്ടുപേരും 7,000 കടന്നിട്ടുണ്ട് എന്നർത്ഥം. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത് ഏകദേശം 7,816 സീറ്റുകളിലാണ് മൊത്തം. അതിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM ജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7,454 സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്കുകളിലേക്ക് വരുന്നുണ്ട്. ഈ കൂടി വന്ന 362 സീറ്റുകൾ അങ്ങനെ എന്തോ വ്യത്യാസം, ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് കോൺഗ്രസും CPMും തമ്മിലുള്ളത്. ഇതുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്ത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ തകർച്ച ഉണ്ടായിട്ടില്ല, വലിയതായ ഒരു തകർച്ച CPMന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റിൽ പക്ഷേ CPM പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. അതായത് 2010 സംഭവിച്ച പോലെയൊക്കെയുള്ള അതിനെക്കാട്ടി ചരിത്രപരമായ വിജയം എന്നൊക്കെ പറയും UDF ഊറ്റം കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ VD സതീശന് ഊറ്റം കൊള്ളുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. CPMും കോൺഗ്രസും തമ്മിൽ ആകപ്പാടെ 362 സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇതൊരു പക്ഷേ നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറി മറിഞ്ഞേക്കാം. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതായത് LSGD തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ഒരുപാട് വോട്ടിംഗ് പാറ്റേണിൽ വ്യത്യാസം വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബൂത്തിലേക്ക് കയറി ചെല്ലുന്നു. ബൂത്തിലിരിക്കുന്ന 3 മെഷീൻസാണ് ഇരിക്കുന്നത്. അതായത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്പറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും ബ്ലോക്ക് മെമ്പറെ തിരഞ്ഞെടുക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുന്നതിനും. അപ്പൊ ഇങ്ങനെ 3 മെഷീൻ ഇരിപ്പുണ്ട്. ഈ 3 മെഷീനിലും വീഴുന്ന വോട്ടിന് രീതി വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പഞ്ചായത്ത് അംഗം ഒരു ബൂത്തിൽ നടന്ന സംഭവത്തെ കുറിച്ച് പറയാം. അവിടെ ബൂത്തിൽ ഒരു വോട്ടർക്ക്, അതായത് CPMന്റെ ഒരു വോട്ടർക്ക് ലഭിച്ചിരിക്കുന്നത് വെറും 415 വോട്ടുകളാണ്. അതായത് വാർഡ് അംഗത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള വോട്ടിങ്ങിൽ. അതേസമയം 415 എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് അവിടെ നിൽക്കുന്നു, അല്ലെ 400 നമുക്ക് കണക്കാക്കാം, 400 നിൽക്കുന്നു. ഇത് അടുത്ത് വന്നിരിക്കുന്ന രണ്ടിടത്ത്, ഈ രണ്ടിടത്തിൽ ബ്ലോക്കിൽ തിരഞ്ഞെടുപ്പിന് വരുന്ന സമയത്ത് അവിടെ 475 വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ 500 ചില്ലുവാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 600 ചില്ലുവാനം വോട്ടുകൾക്ക് മേലെ ഇപ്പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു വേരിയേഷൻ വരുന്നു? സിംപിളി നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഒരു വാർഡ് അംഗത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വെറും 400 ചില്ലുവാനും വോട്ടുകൾ, 415 സംതിങ്. ഇപ്പുറത്തോട്ട് വന്നപ്പോൾ 475, 500 ഇടയ്ക്ക് വോട്ടുകൾ ബ്ലോക്കിലേക്ക് നേടി. ഇപ്പുറത്തോട്ട് അടുത്ത ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 600 മേലെ വോട്ടുകൾ, 700 വോട്ടുകൾ അവർ പിടിച്ചു. എങ്ങനെ സംഭവിക്കുന്നു ഇത്? എന്തുകൊണ്ട് സംഭവിച്ചു അത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വോട്ടിംഗ് പാറ്റേൺ. വാർഡ് അംഗത്തിന് മാത്രം ഈ പറയുന്ന 2 ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വീണ വോട്ടുകളെക്കാട്ടിൽ എന്തുകൊണ്ട് കുറവ് സംഭവിച്ചു?
അതായത് ഇവിടെ സംഭവിച്ചത് വാർഡിൽ തലത്തിൽ വോട്ട് വീണത് അവിടുത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ ആ വാർഡംഗം പരാജയപ്പെട്ടു. ആ വാർഡംഗം പരാജയപ്പെടുകയും ഈ പറയുന്ന രണ്ടുപേർ വിജയിക്കുകയും ചെയ്തു. അതായത് ബ്ലോക്കിലേക്കുള്ള സ്ഥാനാർത്ഥി വിജയിച്ചു, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി. ഇത് രണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ പറയുന്നത്. ഈ LDF വാർഡംഗം പരാജയപ്പെടുന്നു, ബാക്കി രണ്ടുപേർ വിജയിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചു? ഒന്നുകിൽ അതായത് അങ്ങനെ വന്നത് ഈ പറയുന്ന ഒരു വ്യക്തിപ്രഭാവം അല്ലേ, അത് തന്നെയാണ് പ്രവർത്തന ശൈലി. ഇപ്പൊ പൊതുവെ ഒരു പുതിയ മുഖമാണ് അവിടെ മത്സരിച്ചത്. ഇതേ ബ്ലോക്കിൽ തന്നെ അല്ലെങ്കിൽ ഇതേ ഡിവിഷനിൽ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ LDF നേതൃത്വത്തിൽ നിന്ന ഒരു പ്രതിനിധി ഇതേ ഡിവിഷനിൽ മത്സരിച്ചിരുന്നു. അതായത് മറ്റൊരു വാർഡിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് LDF സ്ഥാനാർത്ഥിക്ക് 327 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അതേസമയം ഇവിടെ രണ്ടിടത്തും ബ്ലോക്കിലും വിജയിച്ചു, ഇതിലും വിജയിച്ചു, ജില്ലാ പഞ്ചായത്തിലും വിജയിച്ചു. അപ്പൊ അതങ്ങനെ സംഭവിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഞ്ചായത്തുകളിൽ വാർഡ് അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, അവിടെ UDF മേൽക്കൈ കിട്ടി. UDF എന്ന് പറയുന്ന ഈ മുന്നണിക്കല്ല അവിടെ മേൽക്കൈ കിട്ടിയിരിക്കുന്നത്. അവിടെ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിക്കാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലെയും LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അവിടെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസപ്പെടുന്ന നമുക്ക് മനസ്സിലാവും. അവിടെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസപ്പെടുന്നു, ബ്ലോക്കിലേക്കും വ്യത്യാസപ്പെട്ടു. ഇപ്പൊ അവിടെ ഇപ്പം എൻ്റെ വാർഡിൽ ഇതുപോലെ ഇലക്ഷൻ നടന്ന സമയത്ത് അപ്പോൾ ഇന്ന ആളിനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അപ്പോൾ ഈ പറയുന്ന പുള്ളി നേരത്തെ മുതൽ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോൾ ഓർത്താണ്, നേരത്തെ മുതലേ ആ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. കഴിഞ്ഞ വർഷം വേറൊരു നേതൃത്വത്തിന്റെ കയ്യിലായിരുന്നു ഭരണമെങ്കിലും ഇത്തവണ ഈ ആള് തന്നെ, അന്ന് ഈ ആളെ അല്ല സ്ഥാനാർത്ഥിയാക്കി വെച്ചിരുന്നത്, ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പഴയ ആളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ, അതായത് ആ ഒരു പ്രഖ്യാപനം വന്ന ഉടനെ എല്ലാവരും പറഞ്ഞു, അതായത് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം, ഇനി ആരും നിന്നിട്ട് കാര്യമില്ല, വേറെ ഒരു പാർട്ടിക്കും ഇനി എത്ര വലിയ മുഖം വന്ന് നിന്നിട്ട് കാര്യമില്ല, ഇന്ന ആളെ ജയിക്കുള്ളൂ. കാരണം ആ ഒരു ഏരിയ അല്ലെ ആ ഒരു വാർഡിന് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ ചെയ്തേക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അവരുടെ മനസ്സിൽ അതാ ഉള്ളത്. ഇപ്പം ഈ കഴിഞ്ഞ 5 വർഷം ഇരുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ ഒരു നമുക്ക് വേണ്ടി നിന്ന ജനപ്രതിനിധി ചെയ്തതിനെക്കാട്ടിലും കൂടുതലും അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് മുൻപ്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതീക്ഷയാണ്, ഞങ്ങൾക്ക് കുറച്ചുകൂടെ, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് മക്കൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ ഓരോ കാര്യങ്ങൾ വരുന്നു, ഞങ്ങളുടെ വീട്ടാവശ്യങ്ങൾ വരുന്നു, അപ്പം ഇനി ഞങ്ങൾക്ക് കുറേ കൂടുതൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആ ആള് വന്നാൽ നന്നായിരിക്കും. കാരണം പണ്ട് നമുക്ക് തൃശ്ശൂര് സുരേഷ് ഗോപിയെ എങ്ങനെ എല്ലാവരും ജയിപ്പിച്ചു വിട്ടത്, കാരണം പണ്ടത്തെ ഒരു നമ്മുടെ ഒരു ഇമേജ് ഉള്ളിലുണ്ട്, അതായത് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരാളാണ്. അപ്പൊ തൃശ്ശൂർ വന്നാൽ തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും, പിന്നെ ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു സാംസ്കാരിക നഗരമായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. പ്രശസ്തമായ അമ്പലങ്ങളെല്ലാം ഇരിക്കുന്നു, ഗുരുവായൂര്, വടക്കുന്നാഥൻ, അങ്ങനെ ഇഷ്ടം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. അപ്പൊ സുരേഷ് ഗോപിയെ പോലൊരാള് BJPയുടെ കൂടെ തൃശ്ശൂർ എത്തുമ്പം ഞങ്ങൾക്ക് വേണ്ടി അല്ലെ വിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, നാടിന് വേണ്ടി എന്തെങ്കിലും വികസനങ്ങൾ ചെയ്യും എന്നൊക്കെയുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് അന്ന് ജയിപ്പിച്ചു വിട്ടെ. പക്ഷേ അത് തന്നെയാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചേട്ടൻ പറഞ്ഞു വരുന്ന പോലെ ഈ ഒരു വ്യക്തിപ്രഭാവം ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ തോന്നുന്നൊരു കാര്യം വെച്ചാൽ LDF അബദ്ധം പറ്റിയതും അവിടെയാണ്. അതായത് കാലങ്ങളായിട്ട് കയ്യിലിരിക്കുന്നു. അപ്പം ആരെ നിർത്തിയാലും എന്ന് വെച്ചാൽ ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും ജയിക്കും എന്നൊരു വിശ്വാസം, അമിത ആത്മവിശ്വാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ആരെ ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ സംഭവിച്ച കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LDF സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആളെ അറിയില്ല, എവിടെയാ ഉള്ളയാണെന്നറിയാം. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ആ നാട്ടിലൊന്നും നമുക്ക് സുപരിചിതനല്ല. അപ്പം ആ ഫേസ് പോലും നമ്മുടെ ഉള്ളിലോട്ട് വരുന്നില്ല, നമ്മുടെ മുഖത്തോട്ട് വരുന്നില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, നാളെ എന്ത് തരുമെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ എങ്ങനെ വോട്ട് കൊടുക്കും? തരുന്ന ഒരാൾ ഇപ്പുറത്ത് നിൽപ്പുണ്ട്, അപ്പം പാർട്ടി നോക്കുന്നില്ല, ആ വ്യക്തിയെ നോക്കുന്നത്. അപ്പം ഇവിടെ സംഭവിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളെ ഞങ്ങളുടെ കയ്യിലായിരുന്നു, ഞങ്ങളുടെ കൂടെ ജനങ്ങൾ നിന്നു. അപ്പം ഇനിയിപ്പോൾ ആരെ അവിടെ കൊണ്ട് നിർത്തിയാലും പ്രശ്നമില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കയ്യിലോട്ട് തന്നെ പോരും എന്നൊരു തോന്നലുണ്ടായി പോയത് ഒരു പക്ഷേ തോൽവിക്ക് കാരണമായിട്ടുണ്ടാവും ഒരു പരിധി വരെ എന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഈ പറഞ്ഞ വോട്ടിംഗ് പാറ്റേൺ തന്നെ ഒരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരിടത്ത് നടന്ന ഒരു ബൂത്തിൽ നടന്ന കൃത്യമായ വോട്ടിംഗ് പാറ്റേൺ ആണ് പറയുന്നത്. അവിടെ നേടിയിരിക്കുന്ന ഒരൊറ്റ ബൂത്തിൽ മാത്രം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDFന്റെ 3 സ്ഥാനാർത്ഥികൾ നേടിയിരിക്കുന്ന വോട്ടിന്റെ ഒരു പാറ്റേൺ ആണ് മനസ്സിലായി. എന്ന് വെച്ചാൽ ഈ രണ്ടിടത്തും, അതായത് പിന്നെ ബ്ലോക്കിലേക്കും ഈ പറയുന്ന ജില്ലാ പഞ്ചായത്തിലേക്കും വീണിരിക്കുന്ന കൃത്യം പൊളിറ്റിക്കൽ വോട്ടുകളാണ്, കൃത്യമായി പൊളിറ്റിക്കൽ വോട്ടുകളാണ്. അതിന്റെ അർത്ഥം പൊളിറ്റിക്കലായിട്ട് സ്ട്രെങ്ത് ആണ്. ആ ഒരൊറ്റ ബൂത്തിൽ മാത്രം അവർ പൊളിറ്റിക്കലി സ്ട്രെങ്ത് ആണ്. അതേസമയം ഇവിടെ വന്ന് നോക്കിയാൽ വാർഡ് തലത്തിൽ ചിന്തിച്ചാൽ വാർഡ് തലം ഭയങ്കര പൂറാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഈ പറയുന്ന ആ പഞ്ചായത്തിൽ തന്നെ 15 മൊത്തം വാർഡിന്റെ എണ്ണം, 15 വാർഡുകളാണുള്ളത്. ഈ 15 വാർഡുകളിൽ അതിൽ വരുന്ന ആൾക്കാരാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ 10ഉം 5ഉം അല്ല 10ഉം 4ഉം 1ഉം ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പിന്നെ വാർഡ് കിട്ടിയിരിക്കുന്നത്. പഞ്ചായത്ത് ലഭിച്ചിരിക്കുന്ന LDFനാണ്. UDFന് 4 സീറ്റും അതോടൊപ്പം തന്നെ 1 സീറ്റ് BJPക്കും. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ലെവൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഈ ബാക്കി എത്രയും പേർക്ക് വന്ന സമയത്തും ഇവിടുത്തെ ബ്ലോക്ക് ഡിവിഷനിൽ ഒരാൾ വിജയിച്ചു. ആ ബ്ലോക്ക് ഡിവിഷനിൽ വിജയിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ വോട്ടാണ് വീണത്. അവിടെ ഇത്രയും ഡിവിഷനോടെ ചേർന്ന് വരുന്ന ബ്ലോക്ക് ഡിവിഷനോടെ ചേർന്ന് വരുന്ന ജില്ലാ പഞ്ചായത്തിൽ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കലായിട്ടൊരു ഗെയിൻ ഉണ്ടായത്? അല്ലെങ്കിൽ ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ജയിച്ചു? പൊളിറ്റിക്കൽ വോട്ടുകളാണെന്നേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിന്റെ ഒരു ഏകദേശ അവസ്ഥ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ മതി. സ്വാഭാവികമായും അങ്ങനെ ഒരു കുത്തൊഴുക്കായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ വിജയിക്കേണ്ടത് UDFന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും വിജയിക്കേണ്ടിയിരുന്നത്. അവിടെ അത് ഉണ്ടായില്ല. അതങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇതിനകത്ത് ചെറിയ വോട്ടിംഗ് വ്യത്യാസം ഈ ജില്ലാ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള കാരണം ഇതിലൊരു വ്യക്തിപ്രഭാവം കൂടി ബ്ലോക്കിലേക്ക് തെരഞ്ഞെടുപ്പിലേക്കും കൂടെ റിഫ്ലക്ട് ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കണം. ബ്ലോക്കിൽ ചെറിയ രീതിയിൽ, കാരണം കുറച്ച് പിന്നെ വാർഡുകൾ ചേർന്നിട്ടാണ് ഒരു ബ്ലോക്ക് ഡിവിഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു വ്യക്തിപ്രഭാവം കുറച്ച് കടന്നുകൂടി വരാം. ചിലയിടത്തോട്ട് പോയി കഴിയുമ്പോൾ വ്യക്തിപ്രഭാവം എല്ലാം പക്കാ പൊളിറ്റിക്കലായിട്ട് പോകും. ഈ പറയുന്ന ആള് മത്സരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുണ്ട്, അത് അവർ ഏത് വാർഡിൽ നിന്നാണോ വരുന്നത് അവിടെ ചിലപ്പോൾ ഇവരെ കുറിച്ച് ചിലപ്പോൾ അത്ര നല്ല അഭിപ്രായം ഉണ്ടാവില്ല, അല്ല അഭിപ്രായം കൂടുതലുണ്ടാവും. ഇങ്ങനെ 2 തലം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 2ാം വാർഡ് അല്ലെങ്കിൽ ഇത്ര ഒരു 3ാം വാർഡ് എന്ന് പറഞ്ഞ വാർഡാണെങ്കിൽ തന്നെ അവിടെ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടും, ഇപ്പുറത്ത് കുറയും. അപ്പൊ ഇവിടെ വീണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ വോട്ടുകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വോട്ട് സംവിധാനം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന വ്യക്തിപ്രഭാവമായിരിക്കും? അല്ല, അവിടെ പക്ക പൊളിറ്റിക്കൽ ആംഗിൾ ആണ് അവിടെ വരുന്നത്. അവിടെ രാഷ്ട്രീയമായ ആംഗിൾ, അവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് ശരിക്കും ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. അതായത് അവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്? അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത, സംസ്ഥാന സർക്കാരിന്റെ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ LDFന്റെ നടത്തിയിട്ടുള്ള കുടില ശ്രമങ്ങൾ, ഇതൊക്കെയാണ് ശരിക്കും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. അവിടെ ഒരു പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. എന്നാൽ ഇവിടെ വാർഡ് തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞത് വെറും 362 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഈ മൊത്തത്തിൽ ഇവർ തമ്മിൽ പരിഗണിക്കുമ്പോൾ ഉള്ളത്. 7000-ൽ 2 പേര് 7000 ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു തലത്തിൽ മാത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ CPM ഒട്ടും പിന്നിലല്ല. CPM എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും കോൺഗ്രസിന്റെ പിന്നിൽ ഒരുപാട് പിന്നിൽ ഇപ്പം തൂത്തുവാരി വിജയിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. CPMന് ഈ പറയുന്ന വാർഡ് തലങ്ങളിൽ ഈ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ആരെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കുത്തൊഴുക്കുണ്ടായി ഒറ്റ അവസാനം CPM കടപുഴകി വീണു എന്നൊക്കെ പറയുന്ന ഒരു പ്രചരണം തന്നെ തെറ്റാണ്. അതൊരു വ്യാജ പ്രചരണം തന്നെയാണ്. പിന്നെ മറ്റൊരു മുന്നണിയുടെ ഒരു കടന്നുവരവ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ തന്നെയാണ്, വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെട്ടു. അതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ വാർഡിൽ തന്നെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ BJP സ്ഥാനാർത്ഥി ആ പ്രദേശത്ത് അവിടെ ആകെയുള്ള 1200 ചില്ലാനം വോട്ടുകളാണ്. അതിൽ ഒരു 100 വോട്ടുകൾ BJP സ്ഥാനാർത്ഥിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒന്നുകിൽ ഇടതുപക്ഷത്തേക്ക് വീഴേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ UDFലേക്ക് പോകേണ്ട വോട്ടുകളാണ് അവിടേക്ക് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടത്. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ആ ഒരു പ്രസ്തുത ഞാൻ പറഞ്ഞു പോയ ആ വാർഡിൽ തന്നെ അവിടെ UDF LDF മാത്രമാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. UDFും LDFും എന്ന് പറഞ്ഞാലും മുന്നണി ബന്ധത്തിൽ ഞാൻ പറയുന്നത് അല്ല, CPMും കോൺഗ്രസും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്. അതിന്റെ ഇടയിലേക്ക് 3ാമത് ഒരാൾ കൂടി വന്നപ്പോൾ ഇതിനകത്ത് വരേണ്ടിയിരുന്ന 50-50 എന്ന് പറയുന്ന തരത്തിൽ വരേണ്ടിയിരുന്ന വോട്ട് ഡിവൈഡ് ചെയ്ത് 100-ലധികം വോട്ടുകൾ അപ്പുറത്തേക്ക് പോയി. ഇങ്ങനെ ഒരു 3ാം മുന്നണി വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വോട്ടുകൾ ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു വലിയ പ്രതിസന്ധി ഈ രണ്ട് മുന്നണികൾക്കും സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, 100% ഉറപ്പാണ്. അതിനി
വരുംകാലം ഇപ്പൊ 2020 വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ 2020 അവിടെ വലിയ ശക്തമായ ഒരു നിലയിലേക്ക് എത്തി. അപ്പൊ അതും ഒരു വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷെ അത് ആ എറണാകുളം മേഖലയിൽ അല്ലെങ്കിൽ കിഴക്കമ്പലം പ്രദേശത്ത് മാത്രമായി ചുരുങ്ങി നിന്ന് പോകുന്നു. അതൊരു പിന്നെ എന്താ പറയുക ഒരു പിന്നെ കേരളത്തിലെ മൊത്തമുള്ള ഒരു സംസ്ഥാന പാർട്ടി എന്നുള്ള നിലയിലേക്കൊന്നും അത് ഉയർന്നു വരാത്ത ഒരു അവസ്ഥയിലേക്ക് പോവാണ്. ഇപ്പം വീഴ്ച സംഭവിച്ചല്ലോ, കയ്യിലിരുന്ന പഞ്ചായത്ത് കൂടി 2020 നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ LDF അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി സേഫ് ആണ്. സേഫ് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തക്ക ശേഷിയോട് കൂടി തന്നെ നിൽക്കുന്ന ഒന്നാണ്. അവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യപ്പെട്ടേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യപ്പെട്ടേക്കാം. വരാൻ പോകുന്ന കോൺഗ്രസിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പടലപ്പിണക്കങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഈ പറയുന്ന പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശനും പിന്നെ പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഈ പറയുന്ന NSSന്റെയും SNDPയുടെയും ഒക്കെ പിന്തുണ നമ്മൾ കാണേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റേടത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോ പഞ്ചായത്തിനും ഓരോ വർഗീയ അല്ലെങ്കിൽ സാമുദായികമായ ഒരു ചേരിതിരിവുകളുണ്ട്. ഒട്ടുമിക്ക പഞ്ചായത്തുകൾക്കും അത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഭാഗത്ത് ഒരു ഈ പറയുന്ന പോലെ OBCക്കാരുടെ അല്ലെങ്കിൽ ഈഴവരുടെ ഒരു വലിയ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശം ഉണ്ടാവും. അവിടെ നമ്മൾ കൊണ്ടുവന്നൊരു നായർ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കില്ല. ഇവിടെ നായർക്ക് പ്രാധാന്യമുള്ള ഒരു വാർഡിൽ കൊണ്ടുവന്ന് അവിടെ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ വിജയിക്കില്ല. അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ നായർക്ക് ആരെയാണോ അതാണ് ഒരു സാമുദായിക സമവാക്യങ്ങൾ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യും. അവിടെ ഇപ്പൊ രണ്ട് നായന്മാര് നായർക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ രണ്ട് നായന്മാര് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് നായന്മാരിൽ കുടുംബമഹിമ ആർക്കാണെന്ന് അവർ നോക്കും. ഇവരിൽ കുടുംബമഹിമ ഇങ്ങേർക്കാണ്. കാര്യം അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഒരു തറവാടാണ്. അപ്പൊ ആ അറിയപ്പെടുന്ന തറവാട്ടിലുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാനേ അവർ മെനക്കെടുള്ളൂ. അവിടെ ഇതിനു മുമ്പ് ഇതിന് മെമ്പർമാരുണ്ടായിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കും. അങ്ങനെ ഈ കുടുംബമഹിമ എന്ന് പറയുന്ന ഒരു കാര്യം ഈ നായന്മാർ രണ്ടുപേരും മാറ്റിവെക്കുന്നിടത്ത് അവർ ചിന്തിക്കും. പിന്നെ വിദ്യാഭ്യാസം കൂടെ അവർ നോക്കും. ആ കൂട്ടത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം കൂടുതൽ ആർക്കാണ്? അപ്പം ഒരു അഡ്വക്കേറ്റ് ആണ്, ഓക്കെ, അഡ്വക്കേറ്റിന് തന്നെ കൊടുക്കാം, അത് തെറ്റൊന്നുമില്ല. ഈ രണ്ട് ഈഴവയാണെന്നുണ്ടെങ്കിൽ ഇതേ തന്നെ സംഭവിക്കുക. അവർക്ക് പിന്നെ ഈഴവ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കും. രണ്ടിടത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ വിദ്യാഭ്യാസം നോക്കും, പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കും. ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും അവിടെ വോട്ട് കൊടുക്കുക. അതായത് സാമുദായിക സമവാക്യങ്ങൾ കൂടി ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വളരെ കൃത്യമായി എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരിയായി പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പുകളിൽ സാമുദായിക സമവാക്യങ്ങൾ അതിശക്തമാണ്. അത് നമ്മൾ ഇനി അതില്ല എന്നൊന്നും പറഞ്ഞ ഒരു ഇടതുപക്ഷക്കാരനും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അതുണ്ട്, അത് വളരെ കൃത്യമായ നിലയിലുണ്ട്. കാര്യം അല്ലാതെ ഇപ്പം നായന്മാർക്ക് പ്രാമുഖ്യമുള്ള ഒരു മേഖലയിൽ ഒരിടത്ത് പോലും ഒരു സ്ഥാനാർത്ഥിയെയും കൊണ്ടുവന്ന് ഒരു പിന്നെ മറ്റൊരാളെ ഒരു ഈഴവ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഇടില്ല. ഇപ്പൊ തന്നെ വേറൊരു വാർഡ് SC വാർഡാണെന്ന് വെച്ചോളൂ. ആ SC വാർഡിൽ നിർത്തുന്ന ഒരു ഇപ്പൊ തണ്ടാർ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിർത്തുകയാണ്. അവിടെ മറ്റൊരു സമുദായത്തിൽ നിന്ന് പെട്ട ഒരാളെ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല. കാര്യം എന്താ? അവിടെ തണ്ടാർ സമുദായത്തിൽപ്പെട്ടവർക്കായിരിക്കും കൂടുതൽ വോട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയാലേ അവിടെ കാര്യം നടക്കുകയുള്ളൂ. ഇതൊക്കെ കൃത്യമായി സാമുദായികമായ സമവാക്യങ്ങൾ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും ഈ പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പുകളിൽ ആൾക്കാരെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അപ്പം അങ്ങനെ നിർത്തുന്നതുകൊണ്ട് പ്രയോജനം കിട്ടും. അപ്പം ഇതൊരു CPMന്റെ അടപടലമുള്ള വീഴ്ചയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ അംഗീകരിച്ചു തരില്ല. CPM തകർന്ന് തരിപ്പണമായി പോയി. ഇനി CPMന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തക്ക ശേഷിയുള്ള ഒരു ടീം ഇല്ല. ഇത് ഞങ്ങൾ ടീം UDF ആണ് എന്ന് VD സതീശനൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നെങ്കിൽ തന്നെയും അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? VD സതീശന്റെ നിലപാടുകളെ കുറിച്ച് പഞ്ചായത്ത് തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചർച്ച എവിടെയെങ്കിലും നടന്നിരുന്നെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ 7 എന്ന് പറയുന്ന സീറ്റ് നിലയിലേക്ക് പോവില്ല. ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷം വീണേനെ. ഈ പറയുന്ന തുല്യാതുല്യം നിൽക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണല്ലോ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. ആ കാര്യം പൊളിറ്റിക്കൽ വോട്ടുകൾ വീഴാനും പൊളിറ്റിക്കലി കൂടുതൽ പിന്നെ ഒരു എന്താ പറയുക ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ജില്ലാ പഞ്ചായത്താണ്. കാര്യം പല ജില്ലാ പഞ്ചായത്തിൽ നിൽക്കുന്ന 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. ഈ 14 ജില്ലാ പഞ്ചായത്തുകളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പലപ്പോഴും വാർഡിലുള്ളവർക്ക് സ്ഥിരപരിചിതമായ മുഖമൊന്നും അല്ല. അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് നേട്ടം എത്രത്തോളം ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് ആ വോട്ടിംഗ് പാറ്റേൺ. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 7 പിന്നെ 7 സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിൽ CPIക്ക് കിട്ടിയിട്ടുണ്ട്, CPMന് കിട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തോട്ടേക്ക് 7 സീറ്റുകൾ UDFന് കിട്ടിയിട്ടുണ്ട്. സേഫായി. അപ്പോഴും അവിടെ തുല്യമാണ് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്താണ് ശരിക്കും പറഞ്ഞ പൊളിറ്റിക്കൽ വോട്ടുകൾ വളരെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന ഒരു വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഇവനി ഇങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതേ പാറ്റേൺ ജില്ലാ പഞ്ചായത്തിന്റെ പാറ്റേണിനെ പിന്തുടർന്നുകൊണ്ടായിരിക്കും ഇവിടെ വോട്ട് വരുന്നത്.
അതായത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ ആവുന്നു. ഇപ്പൊ തുല്യമാണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ വെച്ചിട്ട് പരിശോധിക്കുമ്പോൾ UDF അല്ലെങ്കിൽ UDF LDF തുല്യ ശക്തികളായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് ഇത് ആ ലെവലിലേക്ക് തന്നെ വോട്ട് ചേർക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ ഇടതുപക്ഷം കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും ചില സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ. ഇപ്പം ഇടതുപക്ഷത്തേക്ക് നോക്കിയ നിരവധി ഇപ്പം UDFന്റെ യുവനിര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുദോഷം കേൾപ്പിച്ചവരാ. CPM-നെ സംബന്ധിച്ചിടത്തോളം പേരുദോഷം കേൾപ്പിച്ചാൽ ഒരു 50-60 വയസ്സിന് മേലോട്ട് പ്രായമുള്ളവരാണ്. നമ്മൾ നോക്കിയാൽ മതി. പേരുദോഷം കേൾപ്പിച്ചവരെല്ലാം ഇപ്പൊ ഈ സ്ത്രീ വിഷയത്തിൽ തന്നെ പേരുദോഷം കേൾപ്പിച്ച എല്ലാം ഒരു 60 വയസ്സിന് മേളില്ല. അത് സീനിയർ സിറ്റിസൺസാണ്. ഇപ്പൊ ശശിയാണെന്നുണ്ടെങ്കിലും BK ശശി ആണെന്നുണ്ടെങ്കിലും ഇപ്പം വന്നിരിക്കുന്ന പുതിയ ആരോപണം വന്നിരിക്കുന്നവരാണെങ്കിൽ തന്നെയും അവരെല്ലാം ഒരു എബോവ് 60 ആണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് UDF-ൽ പേരുദോഷം കേൾപ്പിച്ചിരിക്കുന്നത് എല്ലാം ചെറുപ്പക്കാരാണ്, യൂത്തന്മാരാ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ 34 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരാണ് ഈ പേരുദോഷം കേൾപ്പിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ കണ്ട കളിയെല്ലാം ക്രൂക്കടായിട്ടുള്ള കളി കളിക്കുന്ന അവന് ചെറുപ്പമാ. ഷാഫി പറമ്പിൽ പറഞ്ഞു വരുന്നത് ഇവർക്ക് ഇനിയും രാഷ്ട്രീയത്തിൽ കുറെ കിടക്കുന്നു. മറ്റവരൊക്കെ ഏകദേശം മറ്റവര് ഈ പറയുന്ന CPM-ലുള്ളവർ ഇനിയിപ്പോ BK ശശി എന്നില്ലെങ്കിലും B ശശി എന്നില്ലെങ്കിലും കുഴപ്പമില്ല. യുവതാരങ്ങൾക്ക് പേരുദോഷം ഇല്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ച് എം സ്വരാജ് എന്ന് പറഞ്ഞ യുവ നേതാവിന് എന്താ പേരുദോഷം ഉള്ളത് ഈ നാട്ടില്? കേരളത്തിൽ എന്തെങ്കിലും തരത്തിലൊരു പേരുദോഷം കേൾപ്പിച്ച ഒരാളാണോ എം സ്വരാജ്? ഏതെങ്കിലും തട്ടിപ്പ് കേസിലുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീ പീഡന വിഷയത്തിൽ സ്ത്രീ വിഷയത്തിൽ എവിടെയെങ്കിലും എം സ്വരാജിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ടല്ലോ, നമ്മുടെ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാര്യയായിട്ട് അതായത് കുടുംബ പ്രശ്നം ഏതൊരാളുടെ ലൈഫിലുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പേരിലുള്ളത്, മുഹമ്മദ് റിയാസിന്റെ പേരിൽ. അല്ലാതെ പൊതുവിൽ ഇറങ്ങിയതുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ പേരിൽ എന്തെങ്കിലും കേസുകളുണ്ടോ? ഇല്ല. AM ഷംസീറിന്റെ പേരിൽ എന്തെങ്കിലും ആ രീതിയിലുള്ള സ്ത്രീ പീഡന ആരോപണങ്ങളുണ്ടോ? MP രാജേഷ് പേരുദോഷം വല്ലതും എവിടെയെങ്കിലും MP രാജേഷിന്റെ പേരുദോഷം വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പം UDF-ന്റെ യുവനിര അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവനിരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ യുവനിരയിൽപ്പെട്ട എല്ലാവരും പേരുദോഷം കേൾപ്പിച്ചു. അപ്പം ശക്തമായ ഒരു യുവനിര എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുയർത്തി കാണിക്കാൻ പറ്റിയ ഒരു സെക്കൻഡ് ജനറേഷൻ പ്രവർത്തകർ ശരിക്കും പറഞ്ഞ ഇല്ല. ആകെപ്പാടെ എണ്ണി പറയാൻ പറ്റുന്ന 1-2. ഇപ്പം ചാണ്ടി ഉമ്മൻ അങ്ങനെ പറയാം. ഇപ്പം പിന്നെ എനിക്ക് അബിൻ വർക്കി കുറച്ചുകൂടെ മെച്ചമാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും നോക്കിയേ, കോൺഗ്രസിനെ കൈപ്പിടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, എല്ലാം പേരുദോഷം കേൾപ്പിച്ചവരാ. ഇപ്പുറത്ത് പുതിയ തലമുറയിൽപ്പെട്ടവരാരും അങ്ങനെ പേരുദോഷം കേൾപ്പിച്ച് വന്നവരില്ല. നമ്മൾ മനസ്സിലാക്കണേ. ഇപ്പം മറ്റേ ഇനി മാത്യു കുഴൽനാടൻ നാണം കെട്ട് നാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. ഇനി അപ്പുറത്തോട്ട് പോയി നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി പേരുദോഷം കേൾപ്പിച്ചതല്ലേ. വിൻസെന്റ് MLA ആ പേരുദോഷം കേൾപ്പിച്ചതല്ലേ. അപ്പൊ ഒരു വലിയ വിഭാഗം ആളുകൾ ഒരു എന്താ പറയാ ഒരു സീനിയർ സിറ്റിസൺസ് അല്ലാത്ത ഒരു നാളെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു കരുതൽ ശേഖരം പോലെ വെക്കേണ്ടിയിരിക്കുന്ന യുവ നേതാക്കളെല്ലാം പേരുദോഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ആ വൃദ്ധന്മാര് നാളെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒഴിവാക്കി നിർത്തേണ്ട ആൾക്കാർ പേരുദോഷം കേൾപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം. ഇപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിലെ മുൻനിര താരങ്ങളും യുവാക്കളും പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ CPM കുറച്ചുകൂടെ കരുതൽ എടുക്കേണ്ടി വരും. കാര്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പം ഒരുപക്ഷെ ഉയർന്നു വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ള അന്വേഷണം കൃത്യമായി എത്തുകയും അവിടെ പെട്ടുപോയവർക്ക് കൃത്യമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യണം. അത് CPM എടുക്കേണ്ട ഒരു എന്താ പറയുക ഒരു പ്രത്യയശാസ്ത്രപരമായ സമീപനം അവിടെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ കുറച്ചുകൂടെ ജനങ്ങൾക്ക് വിശ്വാസമാവും. കണ്ടോ, അഴിമതിക്കാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കാൻ ഇവിടെ CPM-ന് കഴിഞ്ഞു. അല്ലെങ്കിൽ മോഷണക്കാർക്കെതിരെ കൃത്യമായ നടപടി CPM എടുത്തിരിക്കുന്നു. കൈയടിക്കും ആളുകള്. ഇപ്പോ അത് പ്രശ്നമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതൊരു വലിയ കാര്യം. VD സതീശന്റെ നിലപാട് വളരെ സ്ട്രോങ് അല്ലായിരുന്നോ? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ച് അയാളുടെ നിലപാടിൽ ഒരു ഘട്ടത്തിൽ പോലും വെള്ളം ചേർത്തിട്ടില്ല. അതും ചർച്ച ചെയ്യപ്പെടും. അത് വരും ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പൊ അത്തരം ചർച്ച ചെയ്യലുകളിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷം ഒരു പടി മുന്നിൽ നിൽക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇനിയും പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തന്നെ ഏകദേശം തുല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പൊ അതിന് പോരാ, തുല്യത്തിലേക്ക് എത്തിയുന്നുകൊണ്ട് നമുക്ക് തുടർഭരണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനുവേണ്ടി ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇനി ചെയ്യേണ്ടതുണ്ട്.